നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ സംബന്ധിയായ വിഷയം. നിങ്ങളുടെ നാളെ 1201 തുലാമാസം 5-ാം തീയതി, അതായത് 2025 ഒക്ടോബർ മാസം 22-ാം തീയതി ബുധവാരം. നാളെ ബുധനാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:17, അസ്തമയം വൈകിട്ട് 6:01. നാളത്തെ രാഹുകാലം 12 മുതൽ 1:30 വരെയുള്ള സമയമാകുന്നു. 1.5 മണിക്കൂർ ദൈർഘ്യസമയം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ അനുഷ്ഠിക്കാറില്ല. നാളത്തെ നക്ഷത്രം ശക്തമായ ചോതി നക്ഷത്രമാകുന്നു. ചോതി എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കുന്ന നക്ഷത്രമാകുന്നു. ചോതി നാളിൽ ജനിച്ച പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ ആയാലും എപ്പോഴും അവരുടേതായ ഒരു ഔത്കർഷ്യം, അവരുടേതായ ഒരു സിഗ്നേച്ചർ അവരുടെ കർമ്മമേഖലയിലായാലും വ്യക്തി ജീവിതത്തിലായാലും പുലർത്തുന്നതായി നമുക്ക് കാണാം. സ്വാത്യാം സാഗര ശുക്തിപതിതം തൻ മൗക്തികം ജായതേ എന്നൊരു വലിയ പ്രമാണമുണ്ട് സുഭാഷിതം. ചോതി നാളിൽ ചിപ്പിക്കുള്ളിൽ പതിക്കുന്ന ഒരു തുള്ളി വെള്ളമാകുന്നു അനർഘ്യമായ അങ്ങേയറ്റം വില കൂടിയ മുത്തായി മാറുന്നതെന്നാണ് ആ ശ്ലോകം. പക്ഷേ അത് വെളുത്ത പക്ഷത്തിലെ ചോദ്യമായിരിക്കണം. എല്ലാം ഒത്തുവന്നാൽ ആ മുത്ത് അമൂല്യമായിരിക്കും. ലോകത്തിലെ ഏറ്റവും വില കൂടിയ മുത്താകുന്നു ബഹ്റിൻ പേൾ. നാളത്തെ തിഥി കറുത്തവാവ് കഴിഞ്ഞ് പിറ്റേ ദിവസമുള്ള പ്രഥമാതിഥിയാണ്. പ്രഥമാതിഥിക്ക് ജ്യോതിഷത്തിൽ പ്രതിപദം എന്നാണ് പറയുക. പ്രതിപദം ഒരു ഒഴിഞ്ഞ തിഥിയാണ്. ദാരിദ്ര്യം പ്രതിപദം കുര്യാത്. പ്രതിപദം തിഥി ദാരിദ്ര്യത്തെ ഉളവാക്കുന്നു. എങ്കിലും നല്ല നക്ഷത്രമാണ്, നല്ല ദിവസമാണ്. പക്ഷേ ബുധനാഴ്ച സ്ത്രീകളും ഗർഭിണികളും നാൽക്കാലികളും സഞ്ചരിക്കാൻ പറ്റുന്ന ദിനമല്ല. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ കാലത്ത് 7:20 മുതൽ 8:15 വരെയുള്ള സമയം വളരെ അനുകൂലമാണ്. അപ്രകാരം തന്നെ 11:18 മുതൽ 12 മണി വരെയുള്ള രാഹുകാലം വരെയുള്ള സമയവും ശുഭകാര്യങ്ങൾക്ക് വളരെ അനുകൂലമാണ്. സാമ്പത്തിക വിഷയത്തിൽ കുറച്ച് ശ്രദ്ധ പാലിക്കുക. നാളത്തെ നക്ഷത്രം നിർബന്ധമായും ചോതി നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം രാഹുവാണ്. അതിനാൽ സർപ്പക്ഷേത്ര ദർശനം, അവിടെ ആയില്യപൂജ, സർപ്പബലി, നാഗത്തിന്, നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ചെയ്യുന്നത് വളരെ ഗുണമാണ്. ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ എന്ന പഞ്ചാക്ഷരി മന്ത്രം കൊണ്ട് മുഖരിതമാകട്ടെ നിങ്ങളുടെ മന്ത്രങ്ങൾ. സർപ്പക്ഷേത്രത്തിൽ പോയി നന്നായി വഴിപാടുകൾ ചെയ്യുക. സർപ്പപ്രീതിയിൽ ആവശ്യമേ കരണീയം ആരോഗ്യപുത്രാപ്തിയെ. നല്ല ആരോഗ്യത്തിനും സന്താന ശ്രേയസ്സിനും സർപ്പപ്രീതി വളരെ ഉത്തമമാകുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ല ഒരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.